ഹലോ ഓൾ, നമ്മളിന്ന് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൈലം സിലിണ്ടറേറ്റയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലാസ്സസും അതുപോലെ തന്നെ സിലിണ്ടറേറ്റൻ്റെ ജനറൽ ഫീച്ചേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൻ്റെ ജനറൽ ഫീച്ചേഴ്സാണ് നോക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വരുന്ന ക്ലാസ്സസ് നമ്മൾ അതിന് ശേഷമുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഫസ്റ്റ് NCERT പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഡിഗ്രി ലെവലായിട്ടുള്ള പോയിന്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫൈലം പ്ലാറ്റിഹെൽമിന്തസിനെ നമ്മൾ പരന്ന വിരകൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പരന്ന വിരകൾ എന്നറിയപ്പെടുന്ന ഫൈലം ഏതാണ്? ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ഇവയുടെ ശരീരം പരന്ന് നാട പോലെ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവരെ പരന്ന വിരകൾ എന്ന് വിളിക്കുന്നത്. ഒരു ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരന്ന് നാട പോലെ കാണപ്പെടുന്നു. അതായത് ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡിയാണ് അവർക്കുള്ളത്. ഇവയിൽ മിക്കവയും മനുഷ്യൻ ഉൾപ്പെടുന്ന ജന്തുക്കളുടെ ശരീരത്തിൽ പരാതങ്ങളായി ജീവിക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഭൂരിഭാഗം പേരും എൻഡോ പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്നവരാണ്. ഇവർ ദ്വിപാർശ്വ സമമിതിയും ത്രിബ്ലാസ്റ്റികതയും കാണിക്കുന്ന അവയവ തലത്തിലുള്ള അസീലോമിക ജീവികളാണ്. അപ്പോൾ എന്താണ് ഈ പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്? എന്താണ് ദ്വിപാർശ്വ സമമിതി, എന്താണ് ത്രിബ്ലാസ്റ്റികത, എന്താണ് അവയവ തലത്തിലുള്ള ഓർഗനൈസേഷൻ, എന്താണ് അസീലോം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മുന്നത്തെ ക്ലാസ്സിൽ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ക്ലാസ്സുകൾ കാണാം. ഓക്കെ, സോ ദ്വിപാർശ്വ സമമിതി എന്താണ്? ബൈലാറ്ററൽ സിമെട്രി. ത്രിബ്ലാസ്റ്റികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ. അവയവതലം, ഓർഗാൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, പിന്നെ എസീലോമീൻസ്. ഇതാണ് പ്ലാറ്റിഹെൽമിന്തസിനെ പറ്റി പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇവർ പാരസൈറ്റ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. മിക്കവാറും മനുഷ്യനിൽ അല്ലെങ്കിൽ ജന്തുക്കളിൽ പാരസൈറ്റ് ആയിട്ട്, എൻഡോ പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞു. സോ ആ ഒരു പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്ന അവയ്ക്ക് അതിന് പറ്റിയിട്ടുള്ള അഡാപ്റ്റേഷൻസ് വേണം അല്ലേ. അപ്പോൾ അതിനാണ് അവരിൽ ഹുക്സും സക്കേഴ്സും ഉള്ളത്. ഓക്കെ, കൊളുത്തുകളും സക്കേഴ്സും ഉള്ളത് അതിന് വേണ്ടിയിട്ടാണ്. ഇവയിൽ ചിലത് ആതിഥേയ ജീവിയിൽ നിന്നുമുള്ള പോഷക ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഉപരിതലത്തിലൂടെ നേരിട്ട് ആഗിരണം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ചിലത് ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ചില എന്ത് ചെയ്യുന്നുണ്ട്? ശരീരത്തിൻ്റെ ഉപരിതലത്തിലൂടെ നേരിട്ട് ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ജ്വാലാകോശങ്ങൾ എന്ന പ്രത്യേകതരം കോശങ്ങൾ ആന്തര സമസ്ഥിതി പരിപാലനത്തിനും നൈട്രോജനിക വിസർജ പദാർത്ഥങ്ങൾ പുറത്ത് തള്ളുന്നതിനും സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവരിലെ ജ്വാലാകോശങ്ങൾ അല്ലെങ്കിൽ ഫ്ലെയിം സെൽസ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അവർ ആന്തര സമസ്ഥിതി പരിപാലനത്തിനും അതുപോലെ തന്നെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥങ്ങൾ പുറന്തള്ളുന്നതിനും സഹായിക്കുന്നുണ്ട്. ഇവർ ഉഭയലിംഗ ജീവികളാണ്, അതായത് ഹെർമാഫ്രോഡൈറ്റ്സ് ആണ്. ആന്തര ബീജ സംയോഗത്തെ തുടർന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നിരവധി ലാർവൽ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ആന്തര ബീജ സംയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. സോ ഇവർക്ക് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. മാത്രമല്ല ഒരുപാട് ലാർവൽ സ്റ്റേജസിലൂടെ ഇവരുടെ ലൈഫ് സൈക്കിള് കടന്നു പോകുന്നുണ്ട്. പിന്നെ പ്ലനേറിയ നമുക്കറിയാവുന്ന ഒരാളാണല്ലേ പ്ലനേറിയ, അതായത് പുനരുത്ഭവ ശേഷിയുള്ള ഒരു ഓർഗാനിസമാണ് പ്ലനേറിയ എന്നുള്ളത്. അപ്പോൾ ഈ പ്ലനേറിയ ഒക്കെ ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൽ ഉൾപ്പെടുന്നവരാണ്. ബാക്കി ഉദാഹരണങ്ങളാണ് ടീനിയ, നാടവിര എന്നറിയപ്പെടുന്ന ടീനിയ, അതുപോലെ തന്നെ ഫാഷിയോല, ലിവർ ഫ്ലൂക്ക് എന്നറിയപ്പെടുന്ന ഫാഷിയോല. ഇത് ടീനിയയുടെ ഡയഗ്രമാണ്, അതുപോലെ ഇത് ഫാഷിയോളയുടെ ഡയഗ്രമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് NCERT പറയുന്നത്. ഇനി നമുക്ക് ഡിഗ്രി ലെവൽ ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഫൈലം പ്ലാറ്റിഹെൽമിന്തസിന്റെ ജനറൽ ഫീച്ചേഴ്സ്. പ്ലാറ്റിഹെൽമിന്തസ് കോമൺലി കോൾഡ് ഫ്ലാറ്റ് വർംസ് are triploblastic, bilaterally symmetrical, dorso-ventrally flattened and unsegmented acoelomates with protonephridia excretory system and mesenchymatous tissue with that fill the interior. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫ്ലാറ്റ് വർംസ് എന്നാണ് അറിയപ്പെടുന്നത്, പരന്ന വിരകൾ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ എന്താണ്? ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ബോഡിയാണ്, അൺസെഗ്മെന്റഡ് ബോഡിയാണ്, എസിലോമേറ്റ്സ് ആണ്. പിന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് പ്രോട്ടോനെഫ്രീഡിയ ആണ്. അത് നമ്മൾ പറഞ്ഞു അവിടെ ഫ്ലെയിം സെൽസ് ആണ്. അതായത് പ്രോട്ടോനെഫ്രീഡിയയിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസിനെയാണ് നമ്മൾ ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ ജ്വാലാകോശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ അടുത്തതിൽ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, സോഫ്റ്റ്, ഫ്ലാറ്റ്, ബൈലാറ്ററലി സിമെട്രിക്കൽ ആൻഡ് അൺസെഗ്മെന്റഡ് ബോഡി. ഓക്കെ, ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള, ഫ്ലാറ്റ് ആയിട്ടുള്ള, ബൈലാറ്ററലി സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു അൺസെഗ്മെന്റഡ് ബോഡിയാണ് ഇവർക്കുള്ളത്. ദ ബോഡി ഓഫ് ഹെൽമിന്തസ് ഈസ് ഫ്ലാറ്റ് ആൻഡ് അൺസെഗ്മെന്റഡ് വിത്ത് ഡെഫിനിറ്റ് ഡോർസൽ ആൻഡ് വെൻട്രൽ സർഫസ്, ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ എൻഡ്സ് ആൻഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്. എന്നൊരു ഡോർസൽ വെൻട്രൽ സൈഡ് ഉണ്ട്, ആന്റീരിയർ പോസ്റ്റീരിയർ എൻഡ് ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് ഉണ്ട്. ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി. എന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി? ഇൻ ഫ്ലാറ്റ് ഫോംസ് there are 3 basic cell layers, namely outer ectodermis, middle endodermis and inner middle mesodermis and inner endodermis. അതായത്
ഔട്ടർ എപ്പിഡെർമിസ് മീൻസ് എന്താണ്, അത് എക്ടോഡേം ആണ് അല്ലേ. ഒരു എക്ടോഡേം ഉണ്ട്, ഒരു എൻഡോഡേം ഉണ്ട്, ഒരു മീസോഡേം ഉണ്ട്. ഇത്തരത്തിൽ 3 ലെയേഴ്സ് ഉണ്ട്. Epidermis is well developed. It may be soft and ciliated or covered with a tegument or cuticle. അവരുടെ എപ്പിഡെർമിസ് അല്ലെങ്കിൽ എൻഡോഡെർമിസ് എന്നുള്ളത് വെൽ ഡെവലപ്ഡ് ആണ്. അത് മാത്രമല്ല, അതൊന്നല്ലെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും, സീലിയേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യൂട്ടിക്കിളോ അല്ലെങ്കിൽ ടെഗുമെന്റോ വെച്ചിട്ട് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. പ്രസൻസ് ഓഫ് അഡ്ഹസീവ് ഓർഗൻസ് സച്ച് ആസ് സ്പൈൻസ്, ഹൂപ്സ്, ബോത്രിയ ആൻഡ് ബോത്രിയ. നമ്മൾ NCERT-യിൽ സ്പൈൻസും ഹുപ്സും മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ വന്നപ്പം 2 പോയിന്റ്സ് കൂടി എക്സ്ട്രാ നമുക്ക് കിട്ടി. എന്താണ്, ബോത്രിയ ആൻഡ് ബോത്രിയ. ഇവരൊക്കെ അഡ്ഹസീവ് ഓർഗൻസ് ആണെന്ന് ആലോചിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് അഡ്ഹസീവ് ഓർഗൻസ്? നമ്മൾ പറഞ്ഞു ഇവരിൽ ഭൂരിഭാഗവും എൻഡോപാരസൈറ്റ് ആയിട്ടാണ്, ജീവികളിൽ എൻഡോപാരസൈറ്റ് ആണ് നിൽക്കുന്നത്. അവർക്ക് അവിടെ പറ്റിപ്പിടിച്ച് നിൽക്കാനും അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഇവർ. അടുത്തത് പാരൻകൈമ ഫിൽസ് ദ ഇന്റീരിയർ. ബോഡി ക്യാവിറ്റി ഈസ് ആബ്സെന്റ് ആൻഡ് ദ ഇന്റീരിയർ ഓഫ് ദ ബോഡി is filled with a mesodermal tissues known as parenchyma or mesenchyma. അതായത് നമ്മൾ പറഞ്ഞ ഇവർ ascoleates ആണ്. അതായത് ഒരു ബോഡി കാവിറ്റി ഇവരിൽ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു ഏരിയയിൽ മീസോഡേർമൽ ടിഷ്യൂസ് ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിൽ ഫിൽ ചെയ്തിട്ടുള്ള മീസോഡേർമൽ ടിഷ്യൂസിനെയാണ് നമ്മൾ പാരൻകൈമ അല്ലെങ്കിൽ മീസെൻകൈമ എന്ന് പറയുന്നത്. അടുത്തത് ബ്രാഞ്ചിങ് എലിമെന്ററി കനാൽ വിത്തൗട്ട് എയ്നസ്. Elementary canal is usually branched. It opens out only by mouth. Anus is absent. ഓക്കെ, സോ ഇവരുടെ എലിമെന്ററി കനാൽ എന്നുള്ളത് ബ്രാഞ്ച്ഡ് ആണ് ആൻഡ് ഒറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ. അതായത് മൗത്ത് എന്ന് പറയുന്ന ഒറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ. എയ്നസ് ഇവർക്ക് ആബ്സെന്റ് ആണ്. അടുത്തത് പ്രോട്ടോനെഫ്രീഡിയ വിത്ത് ഫ്ലെയിം സെൽസ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എക്സ്ക്രീറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്രാഞ്ചിങ് ട്യൂബ്യൂൾ known as പ്രോട്ടോനെഫ്രീഡിയ. സോ ഇവരുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ചിങ് ട്യൂബ്യൂൾ മാതിരിയുള്ള സ്ട്രക്ചറാണ്. അതിനെയാണ് നമ്മൾ പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറയുന്നത്. ദീസ് ആർ പ്രൊവൈഡഡ് വിത്ത് സർട്ടൻ ക്യാരക്ടറിസ്റ്റിക് സെൽസ് നോൺ ആസ് ഫ്ലെയിം സെൽസ്. സോ ഈ പ്രോട്ടോനെഫ്രീഡിയയിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് സെൽസ് ആണ് ഈ ഫ്ലെയിം സെൽസ് എന്നുള്ളത്. ഓക്കെ, സോ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് പ്രോട്ടോനെഫ്രീഡിയയാണ്. പ്രോട്ടോനെഫ്രീഡിയയിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് നമ്മൾ ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ ജ്വാലാകോശങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് absence of locomotor, circulatory and respiratory system. Locomotor, circulatory, respiratory system ഇവരിൽ ആബ്സെന്റ് ആണ്. അടുത്തത് ladder like nervous system with an unspecialized brain. nervous system എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ladder like ആണ്. അടുത്തത് കോംപ്ലെക്സ് റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആർ ഹൈലി കോംപ്ലെക്സ്. ഇൻ മോസ്റ്റ് ഫോംസ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ സീൻ ഇൻ ദ സെയിം ഇൻഡിവിജ്വൽ. ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഹെർമാഫ്രോഡൈറ്റിസം, മൊണീഷ്യസ്നെസ് ഓർ ബൈസെക്ഷുവാലിറ്റി. ഓക്കെ, അപ്പോൾ ചില ഫോമിൽ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഒരൊറ്റ ഇൻഡിവിജ്വൽ ആയിരിക്കും കാണുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെർമാഫ്രോഡൈറ്റിസം, മൊണീഷ്യസ്നെസ് അല്ലെങ്കിൽ ബൈസെക്ഷുവാലിറ്റി എന്നൊക്കെ പറയുന്നത്. ഇനി മറ്റു ചില കേസിൽ അല്ലെങ്കിൽ മറ്റു ചില മെമ്പേഴ്സിൽ മെയിൽസ് ആൻഡ് ഫീമെയിൽ ഓർഗൻസ് ആർ സീൻ ഇൻ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ്. അവർ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസിലായിരിക്കും കാണപ്പെടുന്നത്. ആൻഡ് ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഗോണോകോറിസം, ഡൈഷ്യസ്നെസ്, യൂണിസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗോണോകോറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ സെപ്പറേറ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. സെപ്പറേറ്റ് ഇൻഡിവിജ്വലാണ് കാണുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഗോണോകോറിസം എന്ന് പറയുന്നത്. ഇനി ഹെർമഫ്രോഡൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഒരൊറ്റ ഇൻഡിവിജ്വലാണ് കാണുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെർമഫ്രോഡൈറ്റിസം എന്ന് പറയുന്നത്. അടുത്തത് ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ. Okay, fertilization take place inside the body. In some cases development is indirect with one or more larval stages. Fertilization ഉള്ളിലായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ചില ഫോംസിൽ ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്, അതായത് ഒന്നിൽ കൂടുതൽ ലാർവേസ് ഇവർ കാണിക്കുന്നുണ്ട്. Many flatworms are parasite but some are free living in fresh water, salt water, moist water. ഒരുപാട്, അതായത് മിക്കവാറും എല്ലാതും എന്താണ് പാരസൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ചിലർ ഫ്രീ ലിവിങ് ഫ്രഷ് വാട്ടറിലും അതുപോലെ തന്നെ സോൾട്ട് വാട്ടറിലും മോസ്റ്റ് സോയിലും ഒക്കെ ഫ്രീ ലിവിങ് ആയിട്ടും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൻ്റെ ജനറൽ ഫീച്ചേഴ്സിൽ വരുന്നത്. ഓക്കെ, ഇനിയുള്ളത് അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതായത് നമ്മുടെ സിലബസ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫൈലം പ്ലാറ്റിഹെൽമിന്തസിനെ 3 ക്ലാസ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ടർബലേറിയ, ട്രമറ്റോഡ, സിസ്റ്റോഡ. ടർബലേറിയക്ക് എക്സാമ്പിളാണ് പ്ലനേറിയ, ട്രമറ്റോഡിക് എക്സാമ്പിളാണ് ഫാഷിയോല, സിസ്റ്റോഡിക് എക്സാമ്പിളാണ് ടീനിയ, സോളിയം. ഓക്കെ, അപ്പം ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പം നമ്മൾ പറഞ്ഞത് ഇവരുടെ ജനറൽ ഫീച്ചേഴ്സാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.